ആരോടും മുന്നിലില്ലാതെ കൈവില്ലാതെ സംസാരിക്കുന്ന ഇടമാണ് പുൽപിറ്റ്. ആമേൻ. സന്തോഷമുള്ളവരെന്ന ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുകയും. നിങ്ങൾ ഒരാൾക്ക് കൈ കൊടുക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം സ്നേഹത്തിൽ കൊടുക്കണം. നിങ്ങൾ ഒരാൾക്ക് നമ്മുടെ ചുംബനം പോലും സ്നേഹ ചുംബനമാണ്. വെറുതെ നമ്മൾ ലോകത്തിൽ കാണുന്നത് പോലെ ഒരു ചടങ്ങല്ലിത്. നമ്മളൊരാളെ ഹഗ് ചെയ്യുമ്പോൾ നമ്മളിലുള്ള സ്നേഹം അങ്ങോട്ട് ഇമ്പാർട്ട് ചെയ്യണം. ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ, ഒരാൾ പ്രസംഗിക്കുമ്പോൾ, ഒരാൾ വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻ ദൈവസ്നേഹമാണ്. സ്നേഹത്തിൽ നിന്ന് സകലവും ചെയ്യണം. എന്നെ പോൾ പറയുന്നു, സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ദൈവസ്നേഹമാണ്. ദൈവസ്നേഹമാണ് ശുശ്രൂഷയുടെ ബേസ്. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുക. അതുകൊണ്ട് നിങ്ങൾ ഏത് മിനിസ്ട്രിയിലാണെങ്കിലും, കൊയറിലാണെങ്കിലും, ചെറുതോ വലുതോമായ ഏതെങ്കിലും ആളെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾ തലേ ദിവസം തന്നെ പോയി പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കണമെന്ന് നിങ്ങളുടെ പാസ്റ്റർ വീണ്ടും നിങ്ങളെ ഓർപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നല്ല ലൗവിൽ വന്ന് നിൽക്കണം. നിങ്ങൾ ഒരാളെ വെൽക്കം ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഖത്ത് സന്തോഷമില്ലെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹമില്ലെങ്കിൽ വരും നാളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ടാണ് സഭയിൽ വരുന്നവർ നിലനിൽക്കാത്തത്. സഭയിൽ വരുന്നവർ പുറത്തു പോകുന്നതിന്റെ കാരണം മിനിസ്ട്രി പ്രീസ്റ്റ്ഹുഡിനകത്ത് ലവ് കുറയും. ചർച്ച് എപ്പോഴും സൂക്ഷിക്കേണ്ടത് ലവ് ആണ്. പക്ഷേ ലവ് പെട്ടെന്ന് പോകും. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാൽ ഒരു വലിയ ദൈവസ്നേഹം ഈ സഭയിലേക്ക് മടങ്ങി വരട്ടെ. അതുകൊണ്ട് നമ്മുടെ ഫുഡ് പോലും അതിന്റെ പേര് ലവ് ഫീസ്റ്റ്. ഞങ്ങളുടെ ചർച്ചിന്റെ പേര് വന്നത് ഗ്ലോറി ടു ഗോഡ്. ഫുഡ് മാത്രമല്ലത്, അത് നിങ്ങളുടെ സ്നേഹ സത്യങ്ങളാണ്. നിങ്ങളുടെ സ്നേഹ സത്യങ്ങളിൽ പാതകൾ മറിഞ്ഞു കിടക്കാൻ പാടില്ല. അതിന്റെ അർത്ഥം നിങ്ങളിരിക്കുന്ന സ്നേഹത്തിനകത്ത്, സ്നേഹ കൂട്ടായ്മക്കകത്ത് കബളിപ്പിക്കലുമായി ആളുകൾ ഇരിക്കല്. അവരെ ദൈവം തുടരണം. ചർച്ചിനെ നശിപ്പിക്കുന്ന, ചർച്ചിനെ ഡിസ്യൂണിറ്റി കൊണ്ടുവരുന്ന ഏതെങ്കിലും ഉദ്ദേശത്തോട് വരുന്നവരുണ്ടെങ്കിൽ അവരെ ദൈവം തുടരണം. എല്ലാരും പറയും കർത്താവിന്റെ മേശ ചെയ്തപ്പോൾ യൂദ ഉണ്ടായിരുന്നില്ല. യൂദ പെസഹായിക്കായിരുന്നേ. കർത്തൃമേശ മുറിച്ചപ്പോൾ അതിന് മുമ്പേ അവൻ പോയി. ഹല്ലേലൂയ. രാമീൻ പറഞ്ഞാട്ടെ. നിങ്ങൾ ശരിയായി പതിനും പഠിച്ചു നോക്കൂ. പെസഹ ആചരിച്ച സമയം പെസഹ വിരുന്നിനാണ് ആയിരുന്നത്. യൂദ ഒറ്റിക്കൊടുക്കുന്നവൻ വന്നത്. അതിനുശേഷമാണ് പുതിയ നിയമത്തിലെ കർത്തൃമേശ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. കർത്തൃമേശ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ യൂദ അനുഭവം വിട്ടു. ശരിയായ കർത്തൃമേശക്കകത്ത് സ്നേഹമില്ലാത്ത ഒരാൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. എല്ലാ ഞായറാഴ്ചയും കർത്തൃമേശ നടത്തുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ കർത്തൃമേശയെ പാരമ്പര്യമായി കാണുന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ്, ഇന്ത്യയിൽ മുഴുവനും ചർച്ചകളിൽ നഷ്ടപ്പെട്ട ദൈവസ്നേഹം മടങ്ങി വന്ന് ദൈവപദ്ധതി കാണുന്ന ദൈവസഭകൾ ആത്മാവിൽ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വന്ന് കർത്തൃമേശ മുറിച്ചാൽ ദേശത്ത് കൊടികുത്തി വാഴുന്ന, ഇന്ത്യയിൽ കൊടികുത്തി വാഴുന്ന ഈരിടം മുട്ടുമടക്കി വന്ന് ഞങ്ങളുടെ ആത്മാവ് ഇടപെട്ടു. അതുകൊണ്ട് ഈ സഭയോടും പറയുന്നു, നിങ്ങൾ സ്നേഹത്തിൽ മേശ മുറിക്കട്ടെ. നല്ല രാമീൻ പറയാമോ? നമ്മുടെ വിഷയം കർത്തൃമേശയല്ല. ഞാൻ കടങ്ങി വരികയാണ്. ഗ്ലോറി ടു ഗോഡ്. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. എഫേസസ് സഭയ്ക്ക് എന്താ പോയത്? നിങ്ങൾ പറയാം. സ്നേഹമാണ് പോയി. ആദ്യ സ്നേഹം, ഫസ്റ്റ് ലവ്, ബെസ്റ്റ് ലവ്. കല്യാണം കഴിച്ച സമയത്ത് സ്നേഹം കണ്ടില്ലേ? പെട്ടെന്ന് എന്ത് ചെയ്തു? പോയി. വർഷങ്ങൾ കഴിഞ്ഞു, പിള്ളേരോടായി സ്നേഹം എന്ന് പറയും. ഹല്ലേലൂയ. അപ്പൻ മക്കളോട്, ആ മക്കളോട്, പെൺമക്കളോട് അമ്മ, ഇങ്ങനെയൊക്കെ സ്നേഹത്തെ പോയി. അതുകൊണ്ട് ആ വീട് തന്നെ കണ്ടില്ലേ? ഡിസ്ട്രാക്റ്റഡ് ആയ. കറക്റ്റ് നമുക്ക് ഫോക്കസ് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഹല്ലേലൂയ. രാമീൻ പറഞ്ഞിട്ട് ഒരിക്കൽ ഒരു സഹോദരി ഒരു ചർച്ചിൽ ഒരു സഹോദരി സ്ഥിരമായി പാസ്റ്റർ എടുത്ത് വന്ന് പറയാൻ, അവര് ശരിയല്ല, ഇവര് ശരിയല്ല. നമ്മളിങ്ങനെ പറഞ്ഞില്ലേലും അകത്ത് പറയുന്നുണ്ട്, ആരും ശരിയല്ല, ഞാനും ശരിയല്ല. ഇങ്ങനെ പറഞ്ഞ് പാസ്റ്റർ എടുത്ത് വന്ന് കംപ്ലൈന്റ് ചെയ്യുന്നു. ഇന്നവരൊക്കെ ശരിയല്ല പാസ്റ്ററെ, അവിടെ ഇരിക്കുന്ന സൗകര്യം കണ്ടോ, അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, അവരെല്ലാം ഒരു ഗ്രൂപ്പാ. ഇങ്ങനെ പല ഗ്രൂപ്പുകൾ പലയിടത്തിരിക്കുക. ചർച്ച ബോർഡിൽ പലയിടത്തും സ്റ്റോക്കാം. നമ്മളിങ്ങനെ നമ്മുടെ ഒരേ വേഗം തോന്നുന്നവരുമായിട്ട് നമ്മൾ അടുക്കും പെട്ടെന്ന്. അത് ദൈവസ്നേഹമൊന്നുമല്ല, നമ്മുടെ സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ആണ്. ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, റോസാപ്പൂ എവിടെ നിന്നാൽ കുറച്ചു പേർക്ക് മാത്രമല്ല മണം കൊടുക്കുന്ന, എല്ലാവർക്കും കൊടുക്കും. ഇനിയുള്ള സമയം ചാൻസ് ശരിയല്ലേ? റോസാപ്പൂ എവിടെ നിന്നാൽ മണം കുറച്ചു പേർക്ക്, 3-4 പേർക്ക്, ചർച്ച വരുന്നവർക്ക് മാത്രം കിട്ടട്ടെ എന്നാണോ? അല്ല, വരുന്ന എല്ലാവർക്കും ആ സ്മെല്ല് കിട്ടും. ഇതുപോലാണ് റിയൽ ലവ് നമ്മുടെ മേലെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ പോകും.
ഉയർപ്പേ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരു നല്ല ആമേൻ പറയാമോ? ഒരിക്കൽ ഒരു പാസ്റ്റർ എടുത്ത് വന്നെങ്കിൽ സിസ്റ്റർ വിളിക്കുന്ന എല്ലാ ഗ്രൂപ്പായിട്ട് അവരിങ്ങനെ പല പ്രശ്നങ്ങളാ, എല്ലാവരും ശരിയല്ല ഒരു പാസ്റ്റർ പറഞ്ഞു ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് ഇവർക്ക് ആത്മീയമായി മുന്നേറാൻ പറ്റുന്നില്ലെന്നാണ് ഇവിടെ പറഞ്ഞു. സ്തോത്രം. ഇവളോട് പാസ്റ്റർ പറഞ്ഞു, നീ ഏറ്റവും പുറകിൽ പോയി, നീ സ്തോത്രം ഏറ്റവും പുറകിൽ വെള്ളം എടുത്തോണ്ട് വരണം, ഒരു ഗ്ലാസ് ഫുള്ള് നിറയ്ക്കണം, ഫുള്ളായിട്ട്. തുളുമ്പെന്ന് പറയത്തില്ല, തുളുമ്പനെ എന്ന് പറയുന്നത്, തുളുമ്പിച്ചുകൊണ്ട് വരണം. എന്നിട്ട് നീ ഇതിനകത്ത് ഒരു തുള്ളി പോലും താഴെ വീഴാതെ നീ എടുത്ത് ഏറ്റവും പുറകിൽ നിന്ന് ഗ്ലോറി ടു ഗോഡ് വാട്ടർ ബോട്ടിൽ നിന്ന് വെള്ളം നിറച്ചിട്ട്, ഗ്ലാസ്സിൽ നിറച്ചിട്ട് നീ ഒരു തുള്ളി പോലും പോകാതെ എന്റെ കൊണ്ട് തരണം എന്ന് പറഞ്ഞു. അവിടെ എന്ത് ചെയ്തു? ഏറ്റവും പുറകിൽ പോയി വെള്ളം നിറച്ചിട്ട് ഈ ഗ്ലാസ് ഒരു തുള്ളി പോലും താഴെ വീഴാതെ ഫാസ്റ്റ് കൊണ്ട് കൊടുത്തു. ഫാസ്റ്റൊക്കെ ചോദിച്ചു, നീ ഈ വെള്ളം കൊണ്ടിരുന്ന സമയം ഈ ഇതിനകത്തിരിക്കുന്ന ആരെയും കണ്ടോ? ഇല്ല. കാരണം നിന്റെ ഫോക്കസ് മുഴുവനും ഈ ഗ്ലാസ് ആണ്. എന്തുകൊണ്ട് നമ്മൾ തെറ്റുന്നത്? നമ്മുടെ ഫോക്കസ് പോകുമ്പോൾ അപ്പൊ നമ്മൾ ആളുകളെ കാണാം. നമ്മുടെ ചർച്ചിൽ ഇരിക്കുന്നവർ ശരിയല്ല എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം നമ്മുടെ ഫോക്കസ് പോയി. നമ്മുടെ ചർച്ചകളെ തേച്ചു പിടിക്കുന്ന ഈവിൾ മണ്ഡലമാണ് ഡിസ്ട്രാക്ഷൻസ്. നമ്മുടെ ഫോക്കസ് എപ്പോഴും കളയും. എന്തിനാണ് ഞാൻ ചർച്ച വന്നത് ദൈവത്തെ കാണാൻ. ഒരു അമീൻ പറഞ്ഞാട്ടെ, ഞാൻ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനാണ് ചർച്ച വന്നത്, അല്ലാതെ എക്സ്ട്രോവൈയെ കാണുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും പഠിച്ചാൽ, ഞങ്ങളൊക്കെ പഠിച്ചാൽ 100 കുറ്റങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എന്റെ കൂടെ വന്ന് താമസിച്ചാൽ ഇപ്പൊ ഈ പുൽപ്പിച്ച് നിൽക്കുന്ന ആളായിരിക്കല്ല. നിങ്ങളോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ എന്റെ സ്വഭാവമൊക്കെ. ഞാൻ രാവിലെ എപ്പോഴും എഴുന്നേക്കുന്നു, നിങ്ങളെ കണ്ടുപിടിക്കും. നിങ്ങൾ ചിലപ്പോൾ 5 മണിക്ക് എഴുന്നേക്കുന്ന ആളാണ്, ഞാൻ 6 മണിക്കായിരിക്കും എഴുന്നേക്കുന്നത്. നിങ്ങൾ രാവിലെ ഒരാഴ്ച എന്നോടൊപ്പം താമസിക്കുമ്പോൾ ഇപ്പൊ ഈ പുൽപ്പിച്ച് നിൽക്കുമ്പോ പറയും ഫസ്റ്റ് ഭയങ്കര ആളാണ്. പക്ഷെ ഒരാഴ്ച എന്നോടൊപ്പം താമസിച്ച് എന്നെ പഠിക്കാൻ തീരുമാനിച്ചാൽ 5 മണിക്ക് എഴുന്നേക്കുന്ന ആള് ഞാൻ 6 മണിക്ക് രാവിലെ എഴുന്നേക്കുമ്പോ പറയും, ഓ ഈ പാസ്റ്ററിനെക്കാട്ടി ഞാൻ ബെറ്ററാണ്, ഞാൻ 5-ന് എഴുന്നേക്കും, പാസ്റ്റർ 6-ന് എഴുന്നേക്കും. പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലോറി ടു ഗോഡ് വൈഫിനോട് ചൂടാകുന്നുണ്ട്. അപ്പൊ ഞാനാണ് ബെറ്റർ. അപ്പൊ നമ്മൾ ആളുകളെ പഠിച്ചാൽ നമ്മൾ എപ്പോഴും ആത്മീയത്തിൽ നിന്ന് താഴെ പോകും. നമ്മൾ കർത്താവിനെ പഠിച്ചാൽ നമ്മൾ ആത്മീയത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരിക്കലും കണ്ണുകൾ അങ്ങോട്ടിങ്ങോട്ട് പോകരുത്. നമ്മുടെ കണ്ണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. സൈക്കിള് പഠിപ്പിക്കുമ്പോ കണ്ടിട്ടില്ലേ? സൈക്കിള് കയറ്റം പഠിപ്പിക്കുമ്പോൾ എന്താ പറയുന്നത്? ഇവിടോട്ട് നോക്കാനാ പറയുന്നത്, മുന്നോട്ട്. ഹാൻഡിലെ നോക്കലെന്ന് ഞങ്ങളോട് പറയുവാണ് ചെറുപ്പത്തിൽ. ഹാൻഡിലെ നോക്കിയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങോട്ട്. ചില കണ്ടില്ല ആരാ പറഞ്ഞേ, എന്താ പറഞ്ഞേ? അതുകൊണ്ടാ പറഞ്ഞത് മാക്സിമം പുറകിലിരിക്കരുത്. കാരണം ഗ്ലോറി ടു ഗോഡ് ആര് പറഞ്ഞു എല്ലാം ഈ വരവും പോക്കും എല്ലാം കണ്ടുകൊണ്ടിരിക്കും. പിന്നെ കൊച്ചുങ്ങളെ ഇടയ്ക്കൊന്ന് കളിപ്പിച്ച് എന്ന് തുടങ്ങി. അപ്പൊ നമുക്ക് കളിപ്പിക്കാൻ എത്രയോ സമയമുണ്ട്, വീടുണ്ട്. നമുക്ക് ഞാനും പിള്ളേരെ കളിപ്പിക്കുന്ന ആളാ. പക്ഷെ ചേർച്ച് വേർഡ് ഓഫ് ഗോഡ് കേൾക്കുമ്പോൾ അത് കളിപ്പിക്കുന്ന സമയമല്ല. നിങ്ങൾ നല്ല മനസ്സാക്ഷി പഠിക്കുന്ന അമ്മയും പറയും ഒരാൾക്ക് കൈ കൊടുത്ത് പാസ്വേഡ് തുടങ്ങുന്നത് പറഞ്ഞു. ഇതൊക്കെയാണ് നടക്കുന്നത്. ഉള്ള കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യും? നമുക്കത് ഇഷ്ടം വരുന്നില്ല. ഇത് സത്യമാണ്. പ്രസൻസ് ഓഫ് ഗോഡ് നിലനിർത്തണമെങ്കിൽ ചർച്ച് എന്ന് പറഞ്ഞാൽ, ഞാൻ ചർച്ചിൽ ചില സമയം ആ പിള്ളേരോട് ബോളൊക്കെ ഇപ്പോഴും തട്ടാൻ കളിക്കും. ഗ്ലോറി ടു ഗോഡ് ഹല്ലേലൂയ. അതൊക്കെ ഞാൻ പറഞ്ഞു, മോനെ അതിന് ഞാൻ ടർഫ് എടുത്തു തരാം. ഞാൻ പിള്ളേരെ ഫുട്ബോൾ കളിക്കാൻ കൊണ്ടുവന്നതാണ്. ഗ്ലോറി ടു ഗോഡ് ടർഫ് എടുത്തു തരാം, അവിടെ നീ പോയി കളിച്ചു. അല്ലാതെ കളിക്കണ്ട ഇവിടെ അല്ലേ. ചർച്ച് എന്ന് പറഞ്ഞാൽ ഇത് പ്ലേ സ്റ്റേഷൻ അല്ല, ഇത് ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ്. അത് ചെറുപ്പത്തിൽ അവർ കൊടുത്താൽ ഇപ്പൊ പിള്ളേരെല്ലാം നോക്കിക്കോ വളരെ മനോഹരമാണ്. ഒരാളും ഇവിടെ കളിക്കത്തില്ല, ഒരാളും അവിടെ കളിക്കത്തില്ല. വരച്ചാൽ അടുത്താണ്. ഞാൻ പറയുന്നത്, ഇവിടെ ചർച്ചിനകത്ത് ഒരു കുഞ്ഞ് കയറിയാൽ നിങ്ങളുടെ കുഞ്ഞല്ല, ചർച്ചിന്റെ കുഞ്ഞാണ്. ഞങ്ങളത് പറഞ്ഞു പഠിപ്പിച്ചാൽ പിന്നെ ഈഗോ പോകും. എല്ലാവർക്കും ശിക്ഷിക്കാനും പറയാനും ഇരുത്താനുമുള്ള ഒരു ദൈവകൃപ ഞങ്ങളുടെ ചർച്ചിന് കിട്ടി. അയ്യോ, ദൈവകൃപയ്ക്കായി ഞാൻ ശ്രമിക്കുന്നു. ആരെഴുതി ഓടിയാലും അവരെ പിടിച്ചവിടെ ഇരുത്തും. അത് ഏത് അപ്പനും അമ്മയ്ക്കും ഇരുത്താം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സഭയുടെ കുഞ്ഞായി മാറി. ഒരമീൻ പറഞ്ഞാട്ടെ, അവിടെ നിങ്ങൾ ഒരിക്കലും ഈഗോ വർക്കൗട്ട് ചെയ്യല്ലേ. കാരണം നമ്മുടെ വീടല്ല ഇപ്പൊ, ഇത് സഭയാണ്. സഭ ദൈവത്തിന്റെ വീടാണ്. ദൈവത്തിന്റെ വീട്ടിൽ നമ്മൾ കയറിയിരിക്കുമ്പോൾ ദൈവസ്നേഹത്തിൽ ഇരുന്നാൽ ഇതൊന്നും ഒരു വിഷയമല്ല. ഇല്ലെങ്കിൽ ചെറിയ കാര്യം പോലും വലിയ വിഷയമാണ്. നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും.
ഹല്ലേലൂയ. തിരിച്ചറിയുന്ന പറഞ്ഞ ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ പ്രയോറിറ്റി നിങ്ങൾ ആലയത്തിന് കൊടുത്താട്ടെ. ഞാൻ ഈ വന്ന സമയം തൊട്ട് ആഗ്രഹിച്ചതാണ്. നിങ്ങൾ ആലയത്തെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യണം? വരുമ്പോൾ ലവ് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നിങ്ങളുടെ ഹോളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് സജീവമായി നിൽക്കണം. ഞാൻ ഇതൊക്കെ എന്തൊരു ഉപദേശം വേണ്ടി എടുത്താൽ മതി. നിങ്ങളുടെ ചർച്ചയിൽ ഫോളോ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. സൺഡേ മീറ്റിംഗ് കഴിഞ്ഞാൽ മൺഡേ അത് ക്ലീൻ ആയിരിക്കും, വളരെ ക്ലീൻ ആക്കിയിടും. ഫ്രൈഡേ മീറ്റിംഗ് എല്ലാവരും കയറി ഇറങ്ങുന്നതല്ലേ? ഇപ്പൊ കണ്ടോ, ഇവിടുത്തെ കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ? ഫ്ലോർ ഒന്ന് നോക്കിക്കേ. നമ്മുടെ വീട് അങ്ങനെ ഇടുമോ? ഒരിക്കലും ഇടത്തില്ല. എല്ലാവരും പിടങ്ങും. ആശ പിടങ്ങോ വരുന്നോടെ രാമി പറഞ്ഞാട്ടെ. ഞാൻ പാസ്റ്റർവാദത്തോട് അന്നെ പറഞ്ഞാൽ മതി, അപ്പം നിർത്തും. കാരണം ഞാൻ എപ്പോഴും ഇതിന് അണ്ടറിലാണ് നിൽക്കുന്നത്. കാരണം ഞാൻ ഇവിടെ നിങ്ങളുടെ പാസ്റ്റർ ഇതാണ്. ഹല്ലേലൂയ. എന്നെ ഇദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. ഞാൻ ചർച്ച് മിനിസ്ട്രി ലീഡ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് വിവരക്കേടിനൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. രാമി പറഞ്ഞാട്ടെ, നീണ്ട വർഷങ്ങളായി ഒരു പാസ്റ്റർ മിനിസ്ട്രി ചെയ്യുന്ന ആളാണ്. ഗ്ലോറി ടു ഗോഡ്. നീണ്ട 10-25 വർഷമായി ഒരു ചർച്ച് ലീഡ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ പറഞ്ഞതല്ല, രാമി പറഞ്ഞാട്ടെ. അതുകൊണ്ട് പാസ്റ്റർ എന്താണെന്നും ചർച്ച എന്താണെന്നും ഒക്കെ എനിക്കറിയാം. നിങ്ങൾ ഇതിനൊക്കെ തയ്യാറായാണ്. ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ വെളിയില് സ്തോത്രം മതിലുകൾ എല്ലാം പെയിന്റ് ഇളകി 2 വർഷമായി പെയിന്റ് അടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പോലും തോന്നാതെ 3-4 സഹോദരന്മാർ രാവിലെ ഫാസ്റ്റായി ഇതെല്ലാം പെയിന്റ് അടിക്കാൻ പോകും. ഇതൊന്നും വേറെ ലാഭം നോക്കിയിട്ടൊന്നുമല്ല. അവരുടെ ജോലി നിർത്തിവെച്ച് അവർ 2 ദിവസം കൊണ്ട് കോമ്പൗണ്ട് വാൾ മുഴുവൻ പെയിന്റ് അടിച്ചു. വണ്ടർഫുൾ, നല്ല മനോഹരം. രാമീൻ പറഞ്ഞാട്ടെ, ചർച്ചിനകത്ത് മൊത്തം പൂച്ചെടികളും പൂച്ചെടിയും കൊണ്ട് വെക്കുന്ന മൊത്തം സഹോദരങ്ങളാണ്. കാരണം അവർക്ക് വെളിപ്പാട് കൊടുത്തു. കാരണം ഇത് നിങ്ങളുടെ വീടിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമാണ് സഭ. ബാത്റൂമുകൾ വൃത്തിയായിരിക്കണം. നിങ്ങളുടെ ഫ്ലോറുകൾ കയറി വരുമ്പോൾ ഗ്ലോറി ടു ഗോഡ്, അതിനകത്ത് ഒരു പൊടി പോലും കാണാൻ പാടില്ല. അങ്ങനെയൊക്കെയോ തന്നെയോ നിട്ടാൽ തന്നെ ഒരു ഗ്ലോറി അങ്ങ് വരും. ഞാൻ പറയുന്നു, ആത്മീയതയിൽ വൃത്തിക്ക് വലിയ കാര്യമില്ലെന്ന് പറയും. ശരിയായ ആത്മീയത വന്നാൽ അതൊരു വലിയ പ്രാധാന്യമാണ്. നീറ്റ്നെസ്, കർത്താവിന്റെ സാന്നിധ്യത്തിനകത്ത് വൃത്തി ഒരു ബ്ലെസ്സിംഗ് അല്ലേ? ഇതൊക്കെ ശരിയാണോ? പറഞ്ഞാട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് തന്നെ നോക്കി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയപ്പോൾ യേശു എന്താ ചെയ്തത്? ഗ്ലോറി ടു ഗോഡ്. തന്നെ ചുറ്റിയ റൂമാലുകളൊക്കെ അടുക്കി മടക്കി അവിടെ വെച്ചു. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ കണ്ടിട്ടില്ലേ ആ ബ്ലാങ്കറ്റ് അതുപോലെ എന്ത് ചെയ്യും? ദൈവമക്കൾക്ക് ഇതൊന്നും പറയരുത്. ദൈവമക്കൾക്ക് കൈയടിക്കണം, അന്യഭാഷ പറയണം, ദൂത് കേൾക്കണം, പോവാം. പിന്നെ അവരുടെ കാര്യം ഇത് കേൾക്കാം. ഇങ്ങനെ ബൈബിൾ ഉണ്ടോ ഇപ്പൊ ചിന്തിക്കുന്നവരുണ്ട്. ഇതൊക്കെ എടുക്കുന്നവരാണ്. താങ്ക് യു സിസ്റ്റർ, ഗോഡ് ബ്ലെസ് യു. ഇതെല്ലാം കാണിച്ചു വരുന്നതാണ്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ. ഇതിനെല്ലാം ബേസ് വചനമാണ്. ഞാൻ വചനത്തിൽ പറയുന്നില്ലെങ്കിൽ നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾ ബസ്സിൽ പിടിച്ചോ, നിങ്ങൾ ഭയങ്കരമായിട്ടിരുന്നു. പക്ഷെ വചനത്തിൽ നിന്നാണെങ്കിൽ പിന്മാറല്ല. അപ്പന്റെ വചനത്തെ നോക്കി ആമീൻ പറയാം. ഹല്ലേലൂയ. അവിടെ ശീലകൾ അടുക്കി വെച്ചിട്ടാ പോയത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ പോലും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോകുന്ന കർത്താവ് എന്ത് ചെയ്തു? ചുരുട്ടി വെച്ചിരിക്കുന്നു. അത് ശരിക്കും ഓർഡറിലാക്കി വെച്ചിട്ടാ പോയത്. ഇംഗ്ലീഷ് വായിച്ചു നോക്ക്. രാമീൻ പറഞ്ഞാട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇതുപോലെ ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തി നമ്മുടെ വീട് മാത്രമല്ല വൃത്തി, അതിനേക്കാൾ പ്രയോറിറ്റി ചർച്ചയ്ക്ക് കൊടുക്കണം. പോയോ എല്ലാവർക്കും കുറ്റബോധോ? ഇത് ആര് ചെയ്യുമെന്ന് കരുതല്ല, ഞാൻ ചെയ്യുമെന്ന് ചിന്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ചർച്ചയിൽ വെളിപ്പാട് കൊടുത്ത് ആദ്യമൊന്നും ഇത് മനസ്സിലായില്ല. പക്ഷെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവരവർക്ക് മനസ്സിലായി ഇത് ഞാൻ ചെയ്യണം. ഗ്ലോറി ടു ഗോഡ്. ഞാൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പൊടി പോലും നമ്മുടെ ചർച്ച പൊടി കിടക്കാതെ വേണം. ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും അത് ക്ലീൻ ആക്കിയാൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയുന്നു, അതിനകത്തൊരു ബ്ലെസ്സിംഗ് വരും. പ്രസൻസ് ഓഫ് ഗോഡ് വരുന്നതിനകത്ത് ഈ കാര്യം വരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ, ശനിയാഴ്ച നിങ്ങൾ ഒരുങ്ങാന്ന് പറയുന്ന ഒരു കാര്യം. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രയർ ഹോളിന് കൊടുക്കുന്ന പ്രയോറിറ്റി. നമ്മൾ ആരാധിക്കാനിരിക്കുന്ന സ്ഥലം വൃത്തി വെടിപ്പായി സൂക്ഷിക്കുമ്പോൾ തന്നെ ആത്മാവിന് ഇറങ്ങാൻ തോന്നും. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മടങ്ങി വരട്ടെ. അബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? ആദ്യ സ്നേഹം വിട്ടുകളയാൻ എന്ത് ചെയ്യും? എപ്പോഴും സാത്താൻ നമ്മുടെ മനസ്സിനെ അവിടെ ഇവിടെയും കൊണ്ടുപോകും. അപ്പോ കനാനിൽ നിന്നാണ് തെക്കോട്ട് യാത്ര ചെയ്ത പോലെ ആദ്യത്തെ സഭ ദൈവത്തിന് നല്ല സ്നേഹത്തിൽ നിന്നവരാ. പക്ഷേ ബെസ്റ്റിലാവും അല്ലേ? ആദ്യത്തെ നല്ല സ്നേഹം പോയി. കർത്താവിനോട് പറയാം, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങുമോ? ഇന്ന് പകൽ എത്ര പേര് ആഗ്രഹിക്കുന്നു ഈ ദൂരം തൊട്ടിട്ടുണ്ട് എന്റെ ഹൃദയത്തെ? എനിക്ക് ആ ലവ് കുറവ് വന്നിട്ടുള്ളവരത് കൈ കൊടുത്താവും. എനിക്കറിയാം സൗരമാരെ എല്ലാവർക്കും ഉണ്ട്. ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട്. ആർക്കാരും പറയാൻ കഴിയുമോ ഞാൻ ഭയങ്കര ലവിലാണെന്ന്? അല്ല, എനിക്കും ഒരു മടങ്ങി തരവ് വേണം. ഹല്ലേലൂയ.
ഒരു ആദ്യ സ്നേഹത്തിലേക്ക് സഭ മടങ്ങി വരട്ടെ. നീ ഏത് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാതെ ഞാൻ വരികയും എന്താണ് ആദ്യത്തെ കാര്യം? ആദ്യ സ്നേഹം. എപ്പോഴും ദൈവവുമായുള്ള സ്ട്രോങ് റിലേഷൻഷിപ്പ്, ഡീപ് ഇന്റിമസി, അത് നമ്മളെ എപ്പോഴും ഷേക്ക് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമുക്ക് യാഗപീഠം വേണം. എപ്പോഴും കർത്താവെ ഞാൻ തിരിച്ച് മടങ്ങി വരും. 5 ഓർഡറാണ് യാഗപീഠം എന്ന് പറയുന്നത്. 5 ഓൾട്ടറിന്റെ 5 കാര്യങ്ങൾ പറയാൻ പോവാം. എത്രത്തോളം എത്താൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്പർ 1, ഇത് നിങ്ങൾ കേട്ടത് ലൈഫ് ഓർഡർ. ഞാനൊരു സ്തോത്രം ചർച്ചിൽ കൊടുത്ത ദർശനമാണ്. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടതാണ്. ഗ്ലോറി ടു ഗോഡ്. അത് ഞാൻ ഇന്ന് സ്തോത്രം പ്രിയ മീഡിയയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്താൽ സന്തോഷമാകും. ഗ്ലോറി ടു ഗോഡ്. 5 ഓർഡറുകൾ നമുക്ക് കാണാൻ പറ്റും. ലൈഫ് ഓർഡർ ചേർന്ന് പറഞ്ഞാട്ടെ. ലൈഫ് ഓർഡർ. ഹല്ലേലൂയ. ഗ്ലോറി. 5 ഓർഡറുകൾ നിങ്ങൾക്ക് കാണാം. ലൈഫ് ഓർഡർ, ഫാമിലി ഓർഡർ, ചർച്ച് ഓർഡർ, മിനിസ്ട്രി ഓർഡർ, ഫിനാൻസ് ഓർഡർ. ഉണ്ടോ? ഒരു കൈ 5 വിരലുകൾ ചുരുട്ടി പിടിച്ചിരിക്കുന്നതിന് ഒരു പഞ്ച. ഒരു വിരൽ വെച്ച് കുത്തിയാക്കിയിരിക്കും, കൈവറുള്ളൂ. പക്ഷെ 5 വിരലുകളും മടക്കിയിടിക്കുന്നത്, അതിനെ മുഷ്ടി ചുരുട്ടിയിടിക്കാന്ന് പറയുന്നത്. ഒരു 5 ഓർഡർ ആത്മീയത്തിൽ നീ പിടിച്ചാൽ നീ ജയാളിയാവും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് ശ്രദ്ധിച്ചിരുന്ന ശ്രദ്ധിക്കണം. അറ്റൻഷൻ പ്ലീസ്. അറ്റൻഷൻ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എനിക്കറിയാവുന്ന അറിവുകളെല്ലാം വളർത്തി ഇദ്ദേഹം അറിവിന്റെ ആശാൻ എന്ന് നിങ്ങൾ പറയും. എന്താ കാര്യം? ഗ്ലോറി ടു ഗോഡ്. വെളിപ്പാട് അകത്തേക്ക് വന്നാൽ നിങ്ങളുടെ അകത്ത് വിടുതലാവും. അതിന് വിശ്വാസം വരും. അതിനെ ഇന്ന് പകരം ഞാൻ ശാസിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. 5 ഓർഡറുകൾ. ഇത് അബ്രഹാമിന്റെ ജീവിതത്തിൽ 12, 13, 14 3 അധ്യായങ്ങളിലാണ് ഈ 5 ഓർഡർ താൻ പിടിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ഓർഡറാണ് നമ്മൾ വായിച്ച ലൈഫ് ഓർഡർ. ആദ്യത്തെ വാക്യമാണ് സ്തോത്രം നമ്മൾ വായിച്ചതാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 8-ാം വാക്യം. ജെനസിസ് 12:8, 7 and 8. യെസ്. 7-ാം വാക്യം വായിച്ചു. യഹോവ പ്രത്യക്ഷനായി. ദൈവത്തിന്റെ എൻകൗണ്ടർ എന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായോ, അതായത് എന്നാണോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അന്ന് നിങ്ങൾ ഒരു യാഗപീഠം പണിയുന്നു. അതിന്റെ പേര് ലൈഫ് ഓർഡർ. ദൈവവുമായുള്ള ബന്ധമാണ് ലൈഫ് ഓർഡറിനെ കാണിക്കുന്നത്. ആരുമായിട്ടാണ്? ദൈവമാണ്. യേശു ക്രിസ്തുവുമായുള്ള ബന്ധം അത് ഓരോരുത്തർക്കും വ്യക്തിപരമാണ്. വേറെ ആരും അവിടെ ഇല്ല. നമ്മളെ രക്ഷിക്കപ്പെടുത്തിയത് ഒറ്റയ്ക്കാണ്. നമ്മളോടൊപ്പം ഒരുപാട് പേർ രക്ഷിക്കപ്പെട്ടുണ്ടെങ്കിലും നാം കർത്താവിനെ സ്വീകരിച്ചത് വേറെ ആരും നമുക്ക് വേണ്ടി സ്വീകരിക്കുകയല്ല. ഞാൻ എന്റെ ഹൃദയം തുറന്നു കൊടുത്തു. കർത്താവിന് വേണ്ടി എന്റെ ഹൃദയം തുറന്നപ്പോൾ എൻകൗണ്ടർ ഉണ്ടായി. ഞാൻ ദൈവബന്ധത്തിലെത്തി. യേശുവേ, നീ എന്റെ കർത്താവ്, നീ എന്റെ ദൈവം, നീ എന്റെ രക്ഷകൻ എന്ന് ഞാൻ ഇന്ന് വായി തുറന്നേറ്റ് പറഞ്ഞു. അന്ന് എന്റെ ലൈഫ് ഓർഡർ സ്റ്റാർട്ട് ചെയ്തു. ലൈഫ് ഓർഡർ നിങ്ങൾ മറക്കല്ല്. വേണ്ടവർക്ക് നോട്ട് ചെയ്യാം. ഹല്ലേലൂയ. Glory to God. Jesus. Hallelujah. സ്തോത്രം ചെയ്യുന്നു. ഈ മെസ്സേജ് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കരയറ്റുന്നു. ഞാനത് പറഞ്ഞത് ഒരു സ്തോത്രം തിയോളജിക്കൽ വിഷയമാണ്. നിങ്ങളുടെ അകത്തേക്ക് അത് കിട്ടുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിന് അത് ജയമായി മാറും. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ. ലൈഫാണ്. Glory to God. അത് ദൈവവുമായുള്ള ബന്ധം, യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിന് ഒരു കോട്ടവും വരാതെ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ സൂക്ഷിക്കാൻ ഒരു സമർപ്പണം എപ്പോഴും വേണം. ഞാനും എന്റെ കർത്താവും, ഞാനും എന്റെ ദൈവവും. അതുകൊണ്ട് പൗലോസ് കണ്ടില്ലേ എത്ര വെല്ലുവിളിയാണ് തന്റെ ജീവിതത്തിന് നേരെ വരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന് നേരെ വരുന്ന വെല്ലുവിളികൾ നിങ്ങൾ നോക്കിയേ. ഒരു റോമാലേഖനം വായിക്കുമ്പോൾ സ്തോത്രം ആപത്തോ വാളോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ഉയരത്തിനോ താഴ്ചകൾക്കോ വാഴ്ചകൾക്കോ ഒന്നും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള ഒരു ആത്മമണ്ഡലം താൻ പിടിച്ചു. നമുക്ക് ചെറിയ പനി മതി, ചെറിയ കുടുംബ വിഷയം മതി, ചെറിയ തലമുറകളുടെ വിഷയം മതി, ബന്ധം പോയി, ദൈവസ്നേഹം പോയി, അപ്പൊ തന്നെ ആരാധന പോയി. ചില പറയാതെ ഇനി ഞാൻ ആരാധിക്കുന്നില്ല, ഇരിപ്പ് കാണുമ്പോൾ അറിയും ഇനി ഞാൻ ആരാധിക്കുന്നില്ല. അതിന് കാരണം ഉള്ളിയുടെ മോശം അനുസരിച്ച് ആരാധന. പൗലോസ് പറയുക, ഉയരത്തിനോ ആഴത്തിനോ മരണത്തിനോ ഹല്ലേലൂയ ഒന്നിനും ആപത്തിനോ വാളിനോ ഒന്നും എന്നെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല.
നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് കോട്ടം വരുന്ന എല്ലാത്തിനെയും കട്ട് ചെയ്യണം. ഒരാൾ പറഞ്ഞാണ് കത്രിക രണ്ട് സൈഡിലോട്ടാണ് ഇരിക്കുന്നത് അല്ലെ, കത്രിക കണ്ടിട്ടില്ലേ, സിസേഴ്സ്. പക്ഷേ അതിനിടയിലേക്ക് എന്തെങ്കിലും വന്നാൽ ഈ കത്രിക കട്ട് ചെയ്യും. ഇതുപോലെ ഞാനും എന്റെ ദൈവത്തിന്റെ ഇടയിലേക്ക് കയറി വരുന്നതിനെ കട്ട് ചെയ്യാനുള്ള ഒരു കൃപ നമ്മൾ പ്രാപിക്കും. അതാ ലൈഫ് ഓർഡർ. ലൈഫ് ഓർഡർ. ദൈവമാണ് ബന്ധത്തെ കാണിക്കുന്നു. ലൈഫ് ഓർഡർ. ആത്മീയ ജീവിതം തുടങ്ങുക. ഇവിടാണ് നമ്മുടെ ബേസ്, ഇവിടാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇവിടാണ് നമ്മുടെ കേന്ദ്രം. കർത്താവുള്ള ബന്ധം, യേശുവുമായുള്ള ബന്ധം. പോൾ അത് മുറുകെ പിടിച്ചു. അപ്പോസ്തലനായ യോഹന്നാനെ നോക്കി താനത് മുറുകെ പിടിച്ചു. ഗ്ലോറി ടു ഗോഡ്. താനതുകൊണ്ട് ആദ്യം തൊട്ട് എഴുതുക, ആദ്യം മുതൽ ഉള്ളൂ ഞാൻ കൈകൊണ്ട് തൊട്ടത് ജീവന്റെ വചനം. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിന്റെ മാർവോട് താൻ ചാരിയിരുന്നെന്ന് എപ്പോഴും യേശുവിന്റെ ഹൃദയസ്പന്ദനം അറിഞ്ഞിരിക്കുന്ന ഒരു യോഹന്നാന്റെ കൃപ ദൈവം നമുക്ക് തരട്ടെ. ഹല്ലേലൂയ. ഒരു ആമേൻ പറഞ്ഞാട്ടെ. പാട്ടൊരു സംഗീതമല്ലേ, ഇതിന്റെ ഇരിപ്പ് തന്നെ ഒരു സംഗീതമാണ്. കർത്താവിന്റെ ഹൃദയത്തിലെ സംഗീതം കേട്ട് ഇരിക്കുന്നവനെ എപ്പോഴും ആരാധിക്കാൻ പറ്റും. അത് ഞായറാഴ്ച മാത്രം വരുന്ന കയ്യടിയല്ല. അവൻ കാറിൽ ആരാധിക്കും, അവൻ കിച്ചണിൽ ആരാധിക്കും, അവന്റെ ബെഡ്റൂമിൽ ആരാധിക്കും, അവൻ തനിയെ ആരാധിക്കും, അവന്റെ ബാത്റൂമിൽ അവൻ ആരാധിക്കും. ഇന്ന സ്ഥലകാല ഭേദമന്യേ അവൻ ദൈവത്തെ ആരാധിക്കും. ആരാധനയ്ക്ക് വർഷിപ്പ് ചെയ്യണം നിർബന്ധിക്കണ്ട. നമുക്കിതെല്ലാം ഒരു സിസ്റ്റമായി ഞങ്ങളത് പ്രാർത്ഥിക്കുക. ഞങ്ങളത് കുറച്ചേറെ പറയുന്നുണ്ട്. ഇത് ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന കാര്യമല്ല. ഒരു വർഷിപ്പ് ലീഡർ വരണം, നമുക്ക് എന്ത് ചെയ്യാൻ, വന്നാട്ടെ, ആരാധിക്കാം, കയ്യോർത്തിക്കാട്ടെ, പാടിക്കാട്ടെ, ഏറ്റു പറഞ്ഞാട്ടെ. നമ്മളൊക്കെ പറയുമ്പോൾ ചെയ്യുന്നത്. പക്ഷെ സ്നേഹം ഇതിനപ്പുറം. ഒരാൾക്ക് ദൈവസ്നേഹമുണ്ട്, ഒരാൾക്ക് പോയി ഉമ്മ കൊടുക്കാൻ നമ്മൾ ആരോടും പറയണം. നമ്മളെ സ്നേഹമാണ് ഹഗ് ചെയ്യുന്നത്. ഇതുപോലെ ദൈവസ്നേഹം ഉണ്ടാൽ ആരാധിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ കരുതുന്ന എന്തോ ഒരു ക്ലൈമറ്റ് പോലെ ദൈവം ഒരു ഡിവൈൻ പേഴ്സണാലിറ്റി സഭയ്ക്ക് നടുവിൽ ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ എനിക്ക് തോന്നുന്നു മസ്കറ്റിലാന്ന് തോന്നുന്നു ഒരു സഹോദരിയുടെ ആരാധന കണ്ടപ്പോൾ ഞാൻ നോക്കി നിന്നുപോയി. ഗ്ലോറി. ഒരു പാട്ട് അവർ പാട്ട് പാടി ഡാൻസ് ചെയ്ത് നൃത്തം ചെയ്ത പാട്ടിനൊപ്പം പോവാം. പക്ഷെ എനിക്ക് ആത്മാവിൽ മനസ്സിലായി ഇവര് കർത്താവിനോടൊപ്പം പോവാം. നമ്മളാണ് ചേരെ വന്ന ഒരൊറ്റ ഇരിപ്പ്, അറ്റൻഷൻ. പിന്നെ കൈയും അനങ്ങത്തില്ല, കാലും അനങ്ങത്തില്ല. നമ്മൾ ഈ മലയാളി കൾച്ചറിൽ ഒരു പ്രശ്നമുണ്ട്. ഒട്ടും എന്താണ് നമ്മൾ എക്സ്പ്രസീവ്. നമുക്ക് തന്നെ കണ്ടില്ല, നമ്മുടെ ഭാര്യ നല്ലൊരു കാര്യം ചെയ്താൽ നമ്മൾ എത്ര വർഷം എടുക്കും അവര്. പിന്നെ പുള്ളിക്കാരി മരിച്ചു കിടക്കണം. അയ്യോ, എന്റെ ഭാര്യയുടെ ഗുണങ്ങൾ പറയുന്ന സമയം മൊത്തം മരിച്ചു കിടക്കുമ്പോൾ ഞാൻ എനിക്ക് ഫ്യൂണറൽ സർവീസ് തെറ്റിദ്ധരിക്കല്ലേ, പോവാത്തതിന്റെ മെയിൻ കാര്യം ഒന്നാണ്. എല്ലാ നല്ല ഗുണങ്ങളും പറയുന്ന ഒരു ടൈമാണ് ഈ മരിച്ചു കിടക്കുന്നത്. ജീവനോട് എത്രയോ സമയം ഈ പുള്ളിക്കാരി കൂടെ നടന്നത്. എന്റെ പൊന്നെ, എന്റെ ചക്കരയെ, നിന്റെ ഫുഡ്, നിന്റെ ബീഫ് കറി, ഇന്നലെ ആരോ ബീഫ് തന്നു, നല്ല ബീഫാണ്. ഞാൻ എപ്പോഴേ പറഞ്ഞു വാസിക്കാൻ ബുദ്ധിമുട്ടുന്ന വാസി നല്ല പണ്ട് അമ്മച്ചി ഉണ്ടാക്കിയ ബീഫ് എനിക്ക് ആ നാവിൽ വന്നു. ഇന്നലെ ആ ഉണ്ടാക്കിയ ഭവനത്തിനായി നന്ദി. നിങ്ങളെല്ലാം ബീഫ് ഫ്രൈ ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ. ഞാൻ നിങ്ങളെ കഴിച്ചതുകൊണ്ട് പറഞ്ഞു കണ്ടത് ബീഫ് കഴിക്കാറുണ്ട്. ഞാൻ ബീഫ് സാധനം നോൺ വെജ് കുറവാണ്. ചേർന്ന് കർത്താവിനെ സൂക്ഷിച്ചാൽ കഴിക്കുന്ന ആളാണ് ഇപ്പൊ കഴിക്കുന്നത്. മറ്റൊന്നുമല്ല, ഏജ് ഓരോന്ന് മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ സൂക്ഷിക്കണ്ടേ. ഹല്ലേലൂയ. പക്ഷെ പഴയ അമ്മച്ചി ഉണ്ടാക്കിയ ഒരു ഫീൽ വന്നു. അപ്പൊ തന്നെ ഞാനത് പറഞ്ഞു, നമ്മള് ആരെയെങ്കിലും മുഖസ്തുതിയൊന്നും അല്ലത്, അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാം. നന്നായിരുന്നു. ഹല്ലേലൂയ. രാമേ പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എത്ര നന്നായിട്ടുണ്ട്, നിങ്ങൾ ഈ സുന്ദരിയായിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞു, ചോദിച്ചു നോക്കട്ടെ, കണ്ടില്ല എത്ര സൗന്ദര്യവതിയായിട്ടായിരിക്കും. ഇതിക്ക് അസൂയുണ്ടോ? രാമീൻ പറഞ്ഞാട്ടെ. ഞാൻ തന്നെ പറഞ്ഞത് ആള് പുലിയാണ്. രാമീൻ പറ, എന്റെ പലർത്തിനോട് ഇപ്പൊ അസൂയ വരും. നിങ്ങൾ വേണേ പറഞ്ഞ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ആത്മാവിൽ ഉയർത്തിയാൽ ഭാര്യ നിങ്ങളുടെ ആത്മാവിൽ ഉയർത്തും. ഇത് തന്നെയാ ചർച്ചിൽ പാസ്റ്റർ നല്ലൊരു ശുശ്രൂഷ ചെയ്താൽ ഓടിപ്പോയി ഒന്ന് ഹഗ്ഗിയണം. നമ്മൾ അതുവഴി നമ്മൾ നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് നമ്മളെഴുന്നേറ്റ് പോവാം എമ്പൊക്കെ വിട്ട്. നമ്മൾ മലയാളി കൾച്ചറിനെ എക്സ്പ്രസ് ചെയ്യത്തില്ല. എല്ലാം ചിലര് പറയുന്നത് എന്റെ ഭാര്യ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പൊങ്ങി അങ്ങ് പോവും. പൊങ്ങിയാൽ ഈ റൂഫ് വരെയല്ലേ പോത്തുള്ളൂ, കാലയിൽ വീടും. അങ്ങനെ പൊങ്ങത്തൊന്നുമില്ലെന്നേ. കാര്യങ്ങൾ പറയണം.
ഇതൊക്കെ നമ്മുടെ കൾച്ചറിനെ കേട്ടാ നല്ല കാര്യങ്ങൾ കണ്ടാൽ പറയണം, ചർച്ചയിൽ കണ്ടാൽ പറയണം, പാസ്റ്ററോട് പറയണം, പാസ്റ്റർ ആന്റിയോട് പറയണം, ഹല്ലേലൂയ. അതുപോലെ ബിലീവേഴ്സിനോട് പറയണം, നല്ലൊരു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ, നല്ലൊരു ഡ്രസ് ഇട്ടാൽ പറയണം നന്നായിരിക്കുന്നു. ഇവരൊക്കെ പൊങ്ങിപ്പോമോ? ഇല്ല. അവരെ നമ്മുടെ വാക്കുകൾക്കൂടെ അനുഗ്രഹം. നിങ്ങളെ ഈ 7 സഭകളെ വായിച്ചു നോക്കൂ. യേശു തമ്പുരാൻ വന്ന 7 സഭകളിലേക്ക് വന്ന ആദ്യം നിന്റെ ആദ്യ സ്നേഹം പോയി കേട്ടോ എന്നൊന്നും അല്ല പറഞ്ഞു. നിങ്ങൾ നോക്കിയാൽ എഫേസോസ് 1 ഇട്ട് സിസ്റ്റർ 2 സ്തോത്രം. എഫേസോസ് സഭയ്ക്ക് ദൂത് 7 സഭകളെ ദൂത് മനസ്സിലാക്കും. ആദ്യമേ വന്ന് സ്നേഹം നഷ്ടപ്പെട്ടതൊന്നുമല്ല പറഞ്ഞത്. എഫേസോസിലെ സഭയുടെ ദൂതനെ എഴുതുക. ആ ദൂതൊന്ന് വായിച്ചാട്ടെ, കേട്ടാട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. യെസ്. അടുത്ത വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും ഉള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു എന്ന് വെച്ച് കണ്ടോ. ആദ്യം വന്ന് നമ്മളാണെ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ കുറ്റപ്പെടുത്തില്ല. നിങ്ങളാരും ശരിയല്ല, അത് ശരിയല്ല, അവരെ കൈയടിക്കത്തില്ല ആളുകൾ. ചിലരുണ്ടില്ല, ചില സഭകളിൽ ചെന്ന് ഉള്ള ദൈവസാന്നിധ്യം പോകും, മൊത്തം ചീത്തവിളിയാണ്, മൊത്തം ശാസനങ്ങൾ. പക്ഷെ ദൈവത്തിന്റെ കർത്താവിന്റെ ഇടപാട് കണ്ടോ, ശാസന ഏറ്റവും ഒടുവില്ല. ആദ്യം എല്ലാം നല്ലത് അപ്രീഷിയേറ്റ് ചെയ്യുക. അയ്യോ ഇത് മനസ്സിലായില്ല, ശരിയല്ലേ? എല്ലാം സഭയിൽ ചെയ്ത ഓരോ കാര്യവും സഹിഷ്ണുതയെ പറ്റി, അവരുടെ നല്ല പ്രവൃത്തിയെ പറ്റി, പ്രയത്നത്തെ പറ്റി, അവര് ചെയ്ത നല്ല കാര്യങ്ങളെ എല്ലാം കർത്താവ് എന്ത് ചെയ്യുക? അപ്രീഷിയേറ്റ് ചെയ്യുക. കൈ കൊടുത്ത് പറ, അപ്രീഷിയേറ്റ് ചെയ്യണം. അയ്യോ ആരും പറഞ്ഞു പോലും വാ പോലെ തുറക്കാൻ പറ്റും. ചിലര് പറഞ്ഞില്ല, കൈ കൊടുത്തിട്ട് നിങ്ങൾ പറഞ്ഞു അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് വാ തുറന്ന് പറഞ്ഞു. മലയാളി കൾച്ചറിന് വാങ്ങുന്ന പോലും മടിയാണ്. നമ്മുടെ ഈ ലേസിനെസ് എല്ലാം പൊടിയട്ടെ. നിങ്ങൾ ഇതിനൊക്കെ ആയിരുന്നു കാര്യം, ഇതിലാ കാര്യം. മരിച്ചു കിടക്കുമ്പോ പോയിട്ട് ഉള്ള കാര്യം എനിക്ക് അവിടെ പാലപ്പം ഉണ്ടാക്കി തന്നിരുന്നു, അവിടെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പാലപ്പം ഉണ്ടാക്കിയപ്പോ പറയണം, അതാണ് ജീവിച്ചിരിക്കുമ്പോ കേൾക്കണം, ചെവി തോന്നും. അതുപോലെ ഭർത്താക്കന്മാരോട് പറയണം, ഓ ഗ്ലോറി ടു ഗോഡ്, നിങ്ങള് സൂപ്പർ ആയിരിക്കുന്നെന്ന് പറയുമ്പോ തന്നെ ആ വീട്ടിലെ ഭർത്താവ് പിന്നങ്ങ് അവനങ്ങ് അഭിഷേക്തരാകും. ഏതാ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഭർത്താവിനോട് പോയി ഒന്ന് തല കഴിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പുള്ളിക്ക് തന്നെ മനസ്സിലാവും, ഞാനോ? പുള്ളിക്ക് തന്നെ തോന്നും ഞാനൊരു അഭിഷേക്തനാണ്. എക്സസൈസ് ചെയ്യാം. രാമൻ പറഞ്ഞ നമ്മുടെ എന്തുവാ എന്ന് പറഞ്ഞ നമ്മുടെ ലൈഫ് മൊത്തം ഈ ആളുകളെ മുഴുവൻ നിത്യത ചെന്ന് സ്വർഗം അനുഭവിക്കുക. നിങ്ങൾ ഇപ്പോ ഇരുന്ന് നോർമലായി പച്ച ചോറ് തിന്നുന്ന ആൾക്കറിയാം, വെളിപ്പാടൊന്നും വേണ്ട. ഈ അളവിൽ സ്വർഗത്തിൽ പോയി സന്തോഷിക്കുമെന്ന് നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ. ഈ ഭൂമിയിൽ നാം ദൈവരാജ്യം എക്സസൈസ് ചെയ്യണം. ഈ ഭൂമിയിൽ നാം സ്വർഗീയ സന്തോഷം കുടുംബത്തിൽ കൊണ്ടുവരണം, വിളിച്ചോണ്ട് വരണം. വാക്കിൽ, പ്രവൃത്തിയിൽ, വെളിപ്പാട്. നിങ്ങളുടെ വീട് സ്വർഗമാക്കാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ചർച്ച എത്രമാത്രം സ്വർഗമാവും. നിങ്ങൾ പിന്നെ ഇവിടെ തുടങ്ങുന്നതിന് കൂടെ വരും. ഗ്ലോറി ടു ഗോഡ്. കാരണം നിങ്ങൾക്ക് എന്നോട് ഉത്തര സ്വരം പറഞ്ഞത്, പാസ്റ്റർ ഇന്ന് എനിക്ക് വയ്യ, ഞാൻ വരും. ഞാൻ പറഞ്ഞു പോരെ, നീ പോരെ. ഗ്ലോറി ടു ഗോഡ്. കാരണം അവനിവിടെ വരണം. ഇവൻ ആകെ കിട്ടുന്ന സന്തോഷം കിട്ടുന്ന, കാരണം അത് സന്തോഷമായി മാറും. ഹല്ലേലൂയ. നമ്മുടെ സന്തോഷം പൂർണ്ണമാകും. ഞാൻ സഭയോട് പറയുന്നത് എന്ത് ചെയ്യണം? ദൈവ സന്നിധി വരുമ്പോൾ, ആരാധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യല്ലേ? നമ്മുടെ ഇംഗ്ലീഷ് കൾച്ചറിലൊക്കെ കണ്ടില്ലേ, അവരാ വർഷിപ്പ് കഴിയുന്നവരെ നിൽക്കും. നമ്മൾ വന്ന ഉടനെ സീറ്റാണ് നോക്കുന്നത് ഇരിക്കാൻ, അല്ലേ? അവരെടുത്ത നിൽപ്പാ. കാരണം അല്ലേ, അങ്ങനെയല്ലേ? നല്ല ഇംഗ്ലീഷ് സർവീസ് അല്ല. വർഷിപ്പ് പ്രോഗ്രാമുള്ള സഭകളെല്ലാം എഴുന്നേറ്റിരുന്ന് 1 hour ആണോ, 45 minutes ആണോ, half an hour ആണോ നിന്ന് ആരാധിക്കും. അവര് കൈ ഉയർത്തും, അവർ ദൈവത്തോട് സംസാരിക്കും, അവര് നൃത്തം ചെയ്യും. ഇവരൊക്കെ എന്തിനാ നൃത്തം ചെയ്യുന്നത്? നമ്മുടെ മടിയുടെ അമ്മ എടുത്തവരാ. ശരീരം അനങ്ങത്തില്ല, മേലും അനങ്ങത്തില്ല. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? എല്ലാ കൊളസ്ട്രോളും പ്രഷറും ഒക്കെ നമ്മളെ പിടിക്കുക. ലോക മനുഷ്യർ മൊത്തം പറഞ്ഞ് ഓട, നടക്ക, കൈയടിക്കുക. യോഗക്കാരല്ല ഇത് ചെയ്യുക. ഇപ്പം മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചു, നല്ലവണ്ണം കൈയടിച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. ഇത് ഇപ്പോഴാണ് ഇന്ന് ലോകം കണ്ടുപിടിച്ച്. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നു, കൈ ആത്മാവിൽ കൊട്ടിയാൽ സാത്താനെ വിരട്ടി ഓടിക്കും. നല്ലോണം കൈയടിക്കാമോ? കൈയടിക്കുന്നതിന് അഭിഷേകം വരട്ടെ.
കർത്താവ് എല്ലാം അറിയുന്നില്ല, ചിലർ ഉള്ളിക്കൊണ്ട് നടക്കും. അങ്ങനെയെങ്കിൽ എന്തിനാണ് കർത്താവ് വന്നിട്ട് ഒരു 38 വർഷം കുളക്കടയിൽ കിടക്കുന്ന ഒരു മനുഷ്യനോട് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അപ്പൊ ഈ കർത്താവ് അറിയത്തില്ല, ഇവൻ 38 വർഷമായി, ഇവൻ പാരലൈസ് ആയിട്ട് കിടക്കണം. നമുക്ക് തന്നെ നോർമൽ തിരിച്ച് ചോദിക്കാം, കർത്താവ് ഇത്രയും സർവശക്തനും സർവജ്ഞാനിയായിട്ട് ഇതൊക്കെ അറിയത്തില്ലയോ? അങ്ങനെ അറിയാം, ദൈവത്തിന് എല്ലാം അറിയാം. പക്ഷേ നീ റോബോട്ട് അല്ല, നീ റെസ്പോണ്ട് ചെയ്യണം. കാരണം നീ ഞാൻ സേവിക്കുന്ന ദൈവം വിഗ്രഹമല്ല, ഡിവൈൻ പേഴ്സണാലിറ്റിയാണ്. ആരാധനയ്ക്ക് നടുവിൽ അവൻ ഇറങ്ങിയിട്ടുണ്ട്. അവനെ ഓർഡർ ചെയ്യണം, സംസാരിക്കണം, പറയണം, പറയണം. അവന് നല്ല ഗുണങ്ങൾ പറയുന്ന ആരാധന. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ എന്നെ താങ്ങിയ കരം വീണാതെ സൂക്ഷിച്ച് നിന്റെ മഹിമായ സന്നിധിയിൽ ആനന്ദത്തോടെ എന്നെ നിർത്തുന്ന നല്ല ദൈവമേ, നിനക്ക് മഹത്വം. ഹല്ലേലൂയ. അങ്ങനെ ആരാധിച്ചവരുടെ കാല് വീങ്ങിയില്ല. ബൈബിൾ പറയുന്നു, അങ്ങനെ ആരാധിച്ചവന്റെ മോശയുടെ ത്വക്ക് പ്രകാശിച്ചു. ഹല്ലേലൂയ. കാരണം നിന്റെ മേലേക്ക് റിഫ്ലക്ഷൻ അടിക്കും. കാരണം നിന്റെ നടിയിൽ ഇറങ്ങിയിരിക്കുന്ന തേജസ്സിന്റെ ദൈവം. നീ പറയണം, നീ ആരാ ദൈവമേ, എനിക്ക് അറിയാവുന്നതൊക്കെ വിളിച്ചു പറയണം. അല്ലാതെ വന്നിരുന്ന മോശങ്ങൾ പോകുന്നതല്ല. വർഷിപ്പ് വായുകൾ തുറന്ന അവരുടെ സൽഗുണങ്ങൾ പറയുന്നതാണ്. എല്ലാ നാളും നിൻ സ്തുതികൾ പാടി പുകഴ്ത്തിടുന്ന, എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയ. രാജാവിനെ ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ഒരുപാട് പേരുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിന് ആഴത്തിൽ ഒരു കോൺക്രീറ്റ് ഇടുന്നു. കർത്താവിനോട് പറയുന്നത് ഡീപ് ഇന്റിമസി. ആ വാക്യം ഞാൻ ഓർപ്പിക്കുന്നു. ആഴത്തിലുള്ള ഒരു സഖിത്വം. സാംസ് 25 ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ട്. ഈ മൊമെന്റിൽ പരിശുദ്ധാത്മാവായിട്ട് ആഴമേറിയ ഒരു ബന്ധം ഇന്ന് പകൽ ഒരുപാട് പേരുടെ പേരിടുന്നു. ഭയങ്കര ദൈവസാന്നിധ്യത്തിനകത്ത് ഇറങ്ങി നിൽക്കുക. ദൈവസാന്നിധ്യവുമായി കണക്ട് ആകുന്നവർക്കായി ഞാൻ എടുത്ത് ശ്രദ്ധിക്കും. നീ കയറി പിടിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 30 നാം ഇങ്ങനെ കാണുന്നു. അബ്രഹാം പണിത കൂടാരത്തിൽ വെയിലുറച്ചപ്പോൾ ആ കൂടാരത്തിൽ 3 പേർ വന്നു കയറി. ഈ വർഷം ആത്മാവ് ഓർപ്പിക്കുന്നു, നീ പണിയുന്ന കൂടാരമില്ലേ, നീ പണിയുന്ന യാഗപീഠമില്ലേ, ആ യാഗപീഠത്തിൽ ആ കൂടാരത്തിൽ ഇതാ ത്രിത്വ ദൈവം വെളിപ്പെടാൻ പോവാണ്. നാളുകളായി പെൻഡിങ്ങിൽ കിടക്കുന്ന ചില വാഗ്ദത്ത വിഷയങ്ങൾ ഈ വർഷം കർത്താവ് പുറത്തെടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ദൂതങ്ങളെ തൊടുന്നെങ്കിൽ ഇപ്പോൾ ലൈഫ് ഓർഡറാണ് നമ്മൾ തൊട്ടത്. ഹല്ലേലൂയ. ഈ ലൈഫ് ഓർഡർ ഇന്ന് പകൽ ഞാൻ കഴിഞ്ഞ ദിനങ്ങളിൽ മാറിപ്പോയ സ്ഥാനത്തു എല്ലാം ഞാൻ ഇന്ന് പകൽ മടങ്ങി വന്ന് നിൽക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ മടങ്ങി വരികയാണ്. ഞാൻ കനാലിലേക്ക് മടങ്ങി വരികയാണ്. അങ്ങനെയുള്ളവർക്കൊന്ന് കരമുയർത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ മുന്നോട്ട് കടന്നു വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.